പ്രപഞ്ച വിശാലതയുമായിട്ട് ബന്ധപ്പെട്ട ചില ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അത് പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ചെറിയ അറിവിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു കാര്യത്തിന്റെ വലുപ്പം അറിയുമ്പോഴാണ് മറ്റൊരു കാര്യത്തിന്റെ ചെറുപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. പ്രപഞ്ചത്തിന്റെ വിശാലത നമ്മൾ മനസ്സിലാക്കും തോറും നമ്മുടെ അസ്തിത്വത്തിന്റെ ചെറുപ്പം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം അള്ളാഹുവിന്റെ വലിപ്പം, അള്ളാഹുവിന്റെ മഹത്വവും ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ ഭൂമിയാണ് നമ്മുടെ ലോകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഭൂമിക്കകത്തുള്ള നമ്മുടെ അസ്തിത്വം എത്ര ചെറുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഭൂമിക്കകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പോലെ തന്നെ നിരവധി ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജീവജാലങ്ങൾ ഇപ്പോൾ 84 ലക്ഷം ജീവി വർഗങ്ങൾ ഉള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ 87 ലക്ഷം ജീവി വർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യവർഗം എന്നുള്ളത്. ഈ മനുഷ്യവർഗത്തിനകത്തുള്ള കോടാനുകോടി മനുഷ്യർക്കിടയിൽ ഒരാൾ മാത്രമാണ് നമ്മളല്ല. അപ്പൊ ഇതാണ് നമ്മൾ ഭൂമിക്കകത്തുള്ള നമ്മുടെ അസ്തിത്വം. അത്ര ചെറുതാണ് ഭൂമിക്കകത്തുള്ള നമ്മുടെ അസ്തിത്വം. ഇനി നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് പോകുന്നതോറും ഈ അസ്തിത്വം വീണ്ടും വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൂമി എന്നുള്ളത് സൗരയുധത്തിൽ ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന 8 ഗ്രഹങ്ങൾ, 9 ആയിരുന്നു. അതിൽ നമ്മൾ പ്ലൂട്ടോയെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ 8 ഗ്രഹങ്ങളുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഈ 8 ഗ്രഹങ്ങൾക്കിടയിൽ പോലും ഭൂമി വളരെ ചെറുതാണ്. കാരണം ഭൂമിയേക്കാൾ വലിയ, സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ട് അറിയപ്പെടുന്ന വ്യാഴം ഭൂമിയേക്കാൾ 318 മടങ്ങ് വലിപ്പമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള 8 ഗ്രഹങ്ങൾ, സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന 8 ഗ്രഹങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ സൗരയൂഥം. അതിന്റെ കേന്ദ്രമായ സൂര്യൻ, ഭൂമിയിൽ ജീവന്റെ സ്രോതസ്സായിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന ഈ സൂര്യൻ എന്നുള്ളത്, നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രമായിട്ടുള്ള സൂര്യനും ഭൂമിയും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പം സൂര്യനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 13 ലക്ഷം ഭൂമിക്ക് തുല്യമാണ് സൂര്യൻ. അപ്പോൾ അത്രയേറെ വലുതാണ് സൂര്യൻ. ഈ ഭൂമിയും സൂര്യനും അടങ്ങുന്ന സൗരയൂഥം, ഈ സൗരയൂഥം എന്നുള്ളത് ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങളിൽ ഒന്ന് മാത്രം. അതായത് നമ്മുടെ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ എന്നുള്ള ഗാലക്സിയിൽ നമ്മുടെ സൗരയൂഥം പോലെ തന്നെ നിരവധി സൗരയൂഥങ്ങൾ വേറെയുമുണ്ട്. അതിനിടയിൽ സൂര്യൻ എന്നുള്ളത് ചെറിയൊരു നക്ഷത്രം മാത്രമാണ്. കാരണം സൂര്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിക്കകത്തുള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നിരീക്ഷിക്കപ്പെട്ടൊരു നക്ഷത്രം XY കാനിസ് മജോറിസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം, അത് സൂര്യനേക്കാൾ 2000 മടങ്ങ് വലിപ്പം. അതാണ് നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. 2000 മടങ്ങ് വലിപ്പം സൂര്യനേക്കാൾ. അത്രയേറെ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ പോലും നമ്മുടെ ഗാലക്സിക്കകത്തുണ്ട്. അവിടെയും ചിത്രം, ഇപ്പൊ നമ്മുടെ ഗാലക്സി എന്ന് പറയുമ്പോൾ ഇത്രയേറെ 10,000കണക്കിന് സൗരയൂഥങ്ങൾ അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം അതെത്രയാണ്, അതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇപ്പോൾ നമ്മുടെ ഇതേ രൂപത്തിൽ ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം അവർ വിശദീകരിക്കുന്നത് 1,00,000 പ്രകാശവർഷമാണ്. അതായത് പ്രകാശം 1 ലക്ഷം വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം. അത് മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ എന്നുള്ളത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അതിവേഗതയിൽ ചലിക്കുന്നുണ്ട്. സൂര്യന്റെ സഞ്ചാര വേഗത എന്നുള്ളത് ഓരോ സെക്കൻഡിൽ 200 കിലോമീറ്റർ ആണ്. സെക്കൻഡിൽ 200 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യൻ 1 മണിക്കൂർ സഞ്ചരിക്കുന്നത് 7,20,000 കിലോമീറ്റർ ആണ്. ഓരോ മണിക്കൂറിലും സൂര്യൻ സഞ്ചരിക്കുന്നത് 7,20,000 കിലോമീറ്റർ. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂര്യന് നമ്മുടെ ഗാലക്സി ഒരു തവണ കറങ്ങിത്തീരാൻ അല്ലെങ്കിൽ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 25 കോടി വർഷമാണ്. സുബ്ഹാനല്ലാഹ്, 25 കോടി വർഷം. ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ട് പോലും 25 കോടി വർഷം സഞ്ചരിച്ചാൽ സൂര്യൻ നമ്മുടെ ഗാലക്സിയിൽ ചുറ്റും ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുള്ളൂ. ആ ഒരു ഭ്രമണകാലത്തിനാണ് നമ്മൾ കോസ്മിക് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ വലുതാണ് നമ്മുടെ ഗാലക്സി. അവിടെയും ചിത്രം തീരുന്നില്ല. കാരണം നമ്മുടെ ഗാലക്സി എന്നുള്ളത് മൊത്തം ഗാലക്സി, അതായത് ഇന്ന് വരെ നമ്മൾ എണ്ണിയത് മൊത്തം കണക്കാക്കപ്പെട്ട് ഒബ്സർവബിൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് 10,000 കോടി ഗാലക്സികളാണ്. ഈ 10,000 കോടി ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള ക്ഷീരപഥം. അതിൽ ഓരോ ഗാലക്സിയിലും 10,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവർ പറയാറുള്ളത്, നമ്മുടെ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ അതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്നുള്ള. അതിൽ യാതൊരു സംശയമില്ല. അത്രയേറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. ഇതിൽ നമ്മൾ എത്തിയൊരു ദൂരം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്രയേറെ വിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഇന്നും നമ്മൾ എത്തിച്ചേർന്നത് ചന്ദ്രനിലപ്പുറം പോകാൻ പോലും മനുഷ്യന് സാധിച്ചിട്ടില്ല.
ഭൂമിയിൽ നിന്ന് 3,84,000 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനാണ് നമ്മൾ അവസാനമായിട്ട് എത്തിച്ചേർന്നത്. അതിലപ്പുറം മനുഷ്യന് സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ മനുഷ്യന് വിക്ഷേപിച്ചൊരു പേടകം, ആ ഒരു പേടകം ഇന്നും സൗരയുധത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ സൂര്യന്റെ ബൗണ്ടറി പോലും വിട്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിക്ഷേപിച്ചൊരു വോയേജർ പേടകം, നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വോയേജർ പേടകം 977 നമ്മൾ വിക്ഷേപിച്ചു. ഓരോ മണിക്കൂറിലും 62,000 കിലോമീറ്റർ വേഗതയിൽ അത് സഞ്ചരിക്കുന്നുണ്ട്. 977 മുതൽ സഞ്ചാരം തുടങ്ങി ഓരോ മണിക്കൂറിലും 62,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടും ഇന്നും സൗരയുധത്തിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഈ നമ്മുടെ സൗരയുധത്തിന്റെ അതിർത്തി കടന്ന് അതിന് പുറത്തു പോകാൻ സാധിച്ചിട്ടില്ല. അത്രയേറെ വിശാലമാണ് നമ്മുടെ സൗരയുധം എന്ന് ചുരുക്കം. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു പ്രപഞ്ചം, അല്ലെ, നമ്മൾ ഇത്രയും ഈ വിശദീകരിക്കപ്പെടുന്ന ഈ മൊത്തം പ്രപഞ്ചം എന്നുള്ളത് അത് എത്ര ശതമാനമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചം, പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചം, അതായത് അവർ വിളിക്കുന്നത് ബെരിയോണിക് മാറ്റർ എന്നുള്ള, ഈ ബെരിയോണിക് മാറ്റർ കൊണ്ട് നമ്മൾ നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചം മൊത്തം പ്രപഞ്ചത്തിന്റെ 3-4% മാത്രമേ വരൂ എന്നാണ് വിശദീകരിക്കുന്നത്. ബാക്കി 96% ഇന്ന് വരെ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ശ്യാമദ്രവ്യം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഈ ഡാർക്ക് മാറ്റർ കൊണ്ടാണ് ബാക്കി 96% നിർമ്മിക്കപ്പെട്ടത്. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ചതും മനസ്സിലാക്കിയതും നമ്മുടെ ശാസ്ത്രമെല്ലാം കെട്ടിപ്പടുത്തതെല്ലാം ഈ കേവലം 4% മാത്രം വരുന്ന ഈ പദാർത്ഥ ലോകത്തുള്ള നമ്മൾ മനസ്സിലാക്കിയ ഈ ഒരു പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കി 96% ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ ഇന്നും അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം. സുബ്ഹാനല്ലാഹ്, അതൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിലുള്ള ആ ഒരു സംഭവം, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ മൂസാ നബി പോകുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറിയ സന്ദർഭത്തിൽ ആ കപ്പലിലേക്ക് ഒരു കിളി വന്നിരുന്ന്, ആ കിളി കുറച്ചു നേരം അവിടെ ഇരുന്ന് ആ കിളി പിന്നീട് ആ കപ്പലിൽ നിന്നും പോയിട്ട് കടലിലേക്ക് ഊളിയിട്ട് ഒരല്പം വെള്ളം കുടിച്ച ആ കിളി പറന്നു പോകുന്ന സന്ദർഭത്തിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്ന ഒരു കാര്യം, ഒരു ഭാഗം ഹദീസിൽ നമുക്ക് കാണാം. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് ഏറ്റവും അറിവുള്ള ആളെന്ന് ചോദിച്ച സന്ദർഭത്തിൽ അറിയാതെ ഞാനാണ് ഏറ്റവും അറിവുള്ള ആള് എന്ന് പറയുന്ന സന്ദർഭം മുതലാണ് ആ ഒരു യാത്ര തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്, ആ കിളി കുടിച്ച വെള്ളം അതാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ വിജ്ഞാനം, ആ കടല് മുഴുവനാണ് അള്ളാഹുവിന്റെ വിജ്ഞാനമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു ഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ അതുപോലെയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം മനുഷ്യകുലം ഇത്രയേറെ കാലം ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും വെറും 4% മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും സബഅ സമാവാത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്, 7 ആകാശങ്ങളെ സംബന്ധിച്ച്. ഈ 7 ആകാശങ്ങളിൽ ഒന്നാം ആകാശത്താണ് നക്ഷത്രങ്ങളെല്ലാം അലങ്കരിക്കപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒന്നാം ആകാശത്തെ ഞാൻ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഇത്രയേറെ ഇതുവരെ വിശദീകരിച്ച ഗാലക്സികളും നക്ഷത്രങ്ങളെല്ലാം ഒന്നാം ആകാശത്ത് മാത്രമാണ്. അതിനപ്പുറം എന്താണെന്ന് പോലും ഇന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഈ ഒന്നാം ആകാശത്തിന്റെ 4% ഇതുവരെ മനസ്സിലാക്കിയത്. ഇനിയും ഒന്നാം ആകാശത്ത് തന്നെ 96% ബാക്കി. പിന്നീട് 6ഓളം ആകാശങ്ങൾ വേറെയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കപ്പെടുന്നു. അപ്പൊ എത്ര വലുതാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഇപ്പൊ നമ്മൾ അറിയാം, ഖുർആനിൽ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം സമാവാതി വൽ അർദ് എന്ന് അള്ളാഹു പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പരാമർശം. കാരണം പരിശുദ്ധ ഖുർആനിൽ എവിടെയും അർദ് ആദ്യം പറയുന്നതായിട്ട് കാണുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ മൊത്തം പരാമർശങ്ങളിലെല്ലാം സമാവാതി വൽ അർദ്, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമാവാത്ത് അല്ലെങ്കിൽ അള്ളാഹു ആകാശവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമി എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു സമുദ്രത്തിൽ നിന്ന് ഒരു സ്പൂണിൽ വെള്ളം എടുത്തതിന് തുല്യമാണ്. കാരണം ഒന്നുമല്ല. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആകാശങ്ങളെ സൃഷ്ടിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല പ്രയാസമുണ്ട്. കാരണം ആകാശങ്ങളെ സൃഷ്ടിച്ചതിൽ എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല, പിന്നെയാണ് മനുഷ്യനെ രണ്ടാമത്തെ സൃഷ്ടിക്കാൻ എനിക്ക് വല്ല പ്രയാസവും ഉണ്ടോ എന്നുള്ള വല്ലാത്തൊരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത്രയേറെ